നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ കാണാനുള്ള സമയമായി. നമുക്ക് ഉണ്ടാതെ നടക്കാതെ പിടിക്കാം. നിങ്ങൾ നടന്ന് ഞങ്ങളെ കണ്ടുപിടിക്കുമോ? ഹലോ ഗൈസ്, ഹലോ, വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ. യെസ്, ഞങ്ങൾ ഇന്ന് തൊട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അതെ, അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ എന്തൊക്കെ ഇടുന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ഡെയിലി പുറത്തു പോകുന്ന ഒരു വീഡിയോസ്, പിന്നെ റീൽസ്, അതെ, ഞങ്ങളുടെ വ്ളോഗ്, ഞങ്ങളുടെ ഓരോ എക്സ്പീരിയൻസ്, ലണ്ടനിൽ വന്നിട്ടുള്ളത്, പിന്നെന്തേലൊക്കെ. നമ്മളിപ്പോ ലണ്ടനിൽ വന്നിട്ട് എത്ര മാസമായി കാണും? ഒരു 9, ഒരു നിയർലി ടു 10 months ആയിട്ടുണ്ട്. 10 months ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഓരോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ റീൽസ് ഒക്കെ ഇടും, അല്ലാതെ യൂട്യൂബിലൊന്നും ഇതുവരെ ഇട്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഫോർ എ ചേഞ്ച് യൂട്യൂബിലേക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി വ്ളോഗൊക്കെ തുടങ്ങിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഐഡിയയുടെ പുറത്താണ് ഇപ്പൊ ഞങ്ങൾ ഇത് തുടങ്ങാനുള്ള പരിപാടി തുടങ്ങി. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, ആ ക്യാമറ എടുത്തിടും. അപ്പൊ ഞങ്ങൾ ഈ വ്ളോഗ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ ക്യാമറയിലാണ്. ഇൻസ്റ്റാ 360 എന്നാണ് ഈ ക്യാമറയുടെ പേര്. ഇത് 360 ആംഗിളിൽ കിട്ടും. അതായത് നമ്മള് ഒരു പോയിന്റ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് ഭാഗം വേണ്ട അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ക്യാമറയിൽ. അപ്പൊ ഇതിനകത്തായിരിക്കും നമ്മള് വ്ളോഗ് എല്ലാം ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ അവര് ലെസ്റ്ററിൽ നിന്ന് വരെയാണ് ഞങ്ങളെ കാണാൻ ലണ്ടനിലേക്ക്. അവരെ കണ്ടിട്ട് കുറെ നാളായി. സോ അവരെ കാണാൻ പോകുന്ന ഒരു കൊല്ലമായി തോന്നുന്നു, 1 yearന്റെ അടുത്തായിട്ടുണ്ട്. അപ്പൊ അവരെ കാണാൻ പോവാണ് ഗൈസ്. അപ്പൊ ആ ഒരു വ്ളോഗ് ആയിരിക്കും ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ. അപ്പൊ നമുക്കിനി ടവർ ഹില്ലിൽ വെച്ച് കാണാം. ടവർ ഹിൽ ട്യൂബ് സ്റ്റേഷൻ. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നത്? ഹലോ ഗൈസ്. ഇപ്പൊ നമ്മള് നിൽക്കുന്നത് ലണ്ടനിലെ ടവർ ഹില്ലിന്റെ ഏതോ ഒരു കോണിലാണ്. ആ കാണുന്നതാണ് ഷാദ്, ഇവിടുത്തെ ടോളസ്റ്റ് ബിൽഡിംഗ്. ആണോ? ബുർജ് ഖലീഫേനെക്കാട്ടും ഹൈറ്റ് ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതാണ് സ്റ്റേഷൻ. ഇതാണ് ഈ സ്റ്റേഷൻ. നമ്മളുടെ ഫ്രണ്ട്സ് ഏതോ സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. എവിടെ നിന്ന് വരുന്നു? മാഞ്ചസ്റ്ററിൽ നിന്നാണ് തോന്നുന്നു, അറിയില്ല. ദൂരെ നിന്ന് എവിടെ നിന്ന് വരുന്നു. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം കടയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒന്നും മേടിക്കാതെ തിരിച്ചു വരാം. ബ്ലാക്ക് അമേരിക്കാനോ 3 കാപ്പച്ചീനോ. എന്താ, ഞങ്ങള് ഭയങ്കര റിച്ച് ആൾക്കാർ, അത് കാരണം പാർക്കിനകത്തോട്ട് പോയല്ലോ. ഞങ്ങള് രക്ഷയെന്ന് പറഞ്ഞാൽ പൈസ ആരും വരണ്ട. അതിന് ആഡൊന്നും ആരും കാണണമെന്നൊന്നുമില്ല, സ്കിപ്പ് ചെയ്ത് വിട്ടോ. ഞങ്ങള് വെറുതെ വീഡിയോ കണ്ടാൽ മതി, വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക്. സ്ക്രീനിലൊന്നും ഇല്ലാത്തതാണ്. വേറെ ഒന്നും കണ്ടാ മതി, ജസ്റ്റ് വീഡിയോ കേട്ടോ. എല്ലാവരും നോർമലി ഫെബ്രുവരി മാസം ഇവിടെ ഭയങ്കര തണുപ്പാണ്, സമയമാണ്. പക്ഷെ അത് ഞങ്ങൾ പുറത്തിറങ്ങിയതുകൊണ്ടായിരിക്കും ഇന്ന് സണ്ണൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. ഇത് വിന്റർ ആണ് പറയില്ല ആരും. ഇറ്റ്സ് ക്വൈറ്റ് എ സണ്ണി ഡേ. ഇവിടെയൊക്കെ ആരുടെയൊക്കെ പ്രതിമയൊക്കെ ഉണ്ട്, അവരെയൊക്കെ പോയിട്ട് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് അവർ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്ന നമുക്ക് അലമ്പാക്കാം. ഈ പുള്ളി ആരാന്ന് ഒരു പിടുത്തൂല്ല. ഏതോ ഇല്ലയാണ് അത്. അവിടെ ഒരു പുള്ളി നിൽക്കുന്നുണ്ട് ഡ്രസ് ഇടാണ്ട്, കണ്ടില്ലേ? ആ ബിൽഡിങ്ങിന്റെ മുകളിൽ. ഇതവിടെ എഴുതിയിട്ടുണ്ട്, 24,000 of merchant navy and fishing fleets whose names are honored on the walls of this garden gave their lives for their country and have no grave but the sea. അവർക്ക് ഗ്രേവ് ഒന്നുമില്ല, കടലിൽ പോയ ആൾക്കാരാണ്. അവരുടെ ഇതാണ്. ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടിട്ടുണ്ടോന്ന് അറിയില്ല. പ്രസിഡന്റ് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും. നല്ല സീറ്റാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്. എവിടെയോ കണ്ട അമേരിക്കയിലാണ് തോന്നുന്നത്.
അതുപോലെ ഉണ്ട്. കയറാൻ പറ്റില്ല, അതിന്റെ മുകളിലോട്ട് എത്തിക്കേറേണ്ടി വരും. ഞങ്ങളെക്കാട്ടും ഹൈറ്റ് ഉണ്ട് അല്ലേ? പക്ഷെ ആരും കേറുന്നില്ല. നമ്മളുടെ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് കട്ട പോസ്റ്റ് തന്നിരിക്കുകയാണ് ഗൈസ്. എപ്പോഴാ വരികയെന്ന് അറിയില്ല. 1 മന്ത് എടുക്കും. 1 മണിക്കൂർ എടുക്കും. ഇവള് മലയാളിയല്ല, കൊങ്ങിണിയാണ്. മലയാളം ഇവളുടെ സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ? ഫസ്റ്റ് ലാംഗ്വേജ് കൊങ്ങിണിയാണ്. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മാറി മാറി പറയും. ഈ വ്ളോഗിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മലയാളം തെറ്റിക്കാൻ പറ്റുന്നതായിരിക്കും. അതെ, പക്ഷെ നിങ്ങൾ ക്ഷമിക്കുക. ക്ഷമിക്കുക. നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്. എന്ത്? നിനക്ക് എന്നെക്കാൾ നല്ല പെണ്ണിന് കിട്ടുമെന്ന്. ആ, അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. നമ്മളിവിടെ നിൽക്കുന്ന ലണ്ടൻ ബ്രിഡ്ജിന്റെ ലണ്ടൻ ബ്രിഡ്ജിലാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് നിൽക്കുന്ന എവിടെ അറിയാം? ആ കാണുന്ന ഒരു പാലമുണ്ട്. പാലത്തിന്റെ അവിടെയാണ് നമ്മളെ മീറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അവരവിടെ അങ്ങോട്ട് കൊണ്ട് കറക്കൊണ്ടിരിക്കും. എപ്പൊ തിരിച്ചു വരുന്നൊരു പിടുത്തി. നമ്മുടെ ഫ്രണ്ട്സിനെ ഇപ്പൊ കാണാനുള്ള സമയമായി. നമുക്ക് ഉണ്ടാതെ നടക്കാവേ. പിടിക്കാം. നിങ്ങൾ നടന്ന് ഞങ്ങളെ കണ്ടുപിടിക്കോ? ശരി എന്നാ.